ഹായ് എവരി വൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഫോർമലായിട്ട് ഒരാളോട് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ സംസാരിക്കാം എന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു വ്യക്തിയെ ഫോർമലായിട്ടാണ് വിളിക്കുന്നതെങ്കിൽ വിളിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയാം: ഹലോ, ദിസ് ഇസ് മീര ഫ്രം ഏതാണോ കമ്പനി ആ കമ്പനി പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലും പറയാം: മൈ നെയിം ഇസ് മീര, ഐ എം കോളിംഗ് ഫ്രം കമ്പനി നെയിം പറയാം. നമുക്ക് ആരോടാണോ സംസാരിക്കേണ്ടത് അവരെ ഫോണിൽ കിട്ടുമ്പോൾ ഈ രീതി ചോദിക്കാം: കുഡ് ഐ സ്പീക്ക് വിത്ത് മിസ്റ്റർ റാം പ്ലീസ്. ഇത് കൂടാതെ മറ്റൊരു രീതിയിലും ചോദിക്കാം: മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ റാം. എന്നാൽ നമുക്ക് സംസാരിക്കേണ്ട വ്യക്തി അവിടെ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തെത്തൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചോദിക്കാം: വെൻ വുഡ് ബി എ ഗുഡ് ടൈം ടു കോൾ. വെൻ വുഡ് ബി എ ഗുഡ് ടൈം ടു കോൾ. ഞാൻ ഏതു സമയത്ത് വിളിക്കുമ്പോഴാണ് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കഴിയുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. വെൻ വുഡ് ബി എ ഗുഡ് ടൈം ടു കോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പറയാം: കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്. അദ്ദേഹത്തിനോട് പറയാമോ എന്നെ തിരിച്ചു വിളിക്കാൻ തിരികെ എത്തുമ്പോൾ. കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്. കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്. മറിച്ച് ഒരു ഇൻകമിങ് കോളാണ് ഓഫീസിലിരിക്കുമ്പോൾ വരുന്നതെങ്കിൽ ഇങ്ങനെ നമുക്ക് ഗ്രീറ്റ് ചെയ്യാം: ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ. അതിനുശേഷം കമ്പനിയുടെ പേര് പറയാം, അതിനുശേഷം നമ്മുടെ പേര് പറയാം. ഫോർ എക്സാമ്പിൾ, ഗായത്രി സ്പീക്കിംഗ്. എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം: വെർ ആർ യു കോളിംഗ് ഫ്രം പ്ലീസ്. വെർ ആർ യു കോളിംഗ് ഫ്രം പ്ലീസ്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഹൗ മേ ഐ ഹെൽപ്പ് യു. ഹൗ മേ ഐ ഹെൽപ്പ് യു സർ. ഈ രീതിയിലും ചോദിക്കാം: വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ. വിളിച്ച കോളറിനോട് കുറച്ചു നേരം ഹോൾഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: കുഡ് യു ഹോൾഡ് ഓൺ എ മൊമെൻറ്റ്. കോളർ ചോദിക്കുന്ന വ്യക്തിയുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാം എന്നിങ്ങനെ പറയാം: ഐ ആം കണക്റ്റിംഗ് വിത്ത് യു നൗ. ഐ വിൽ പുട്ട് യു ത്രൂ നൗ. ഇങ്ങനെയും പറയാം: ഐ വിൽ പുട്ട് യു ത്രൂ നൗ. എന്നാൽ കോളർ ചോദിക്കുന്ന വ്യക്തി വേറൊരു കോളിലാണെങ്കിൽ ഇങ്ങനെ പറയാം: ഐ ആം സോറി, ഹീസ് ഓൺ അനദർ കോൾ റൈറ്റ് നൗ. ഐ ആം സോറി, ഹീസ് ഓൺ അനദർ കോൾ റൈറ്റ് നൗ. എങ്ങനെ പറയാം? പ്ലീസ് റിപ്പീറ്റ്: ഐ ആം സോറി, ഹീസ് ഓൺ അനദർ കോൾ റൈറ്റ് നൗ. എന്നാൽ അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല എന്ന് പറയണമെങ്കിലോ? I am sorry, he is not here today. I am sorry, he is not here today. ഓഫീസിൽ ഇപ്പോൾ അദ്ദേഹമില്ല എന്ന് പറയാൻ he is not in office right now. He is not in office right now. അദ്ദേഹം ഓഫീസിൽ തിരിച്ചെത്തുമ്പോൾ എന്തെങ്കിലും മെസ്സേജ് ഞാൻ പറയണോ എന്ന് ചോദിക്കാറില്ലേ? ഇങ്ങനെ ചോദിക്കാം: വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്. എന്നാൽ വിളിച്ചത് റോങ് നമ്പർ ആണെങ്കിലോ? ഐ ആം സോറി, ദർ ഈസ് നോ ബഡി ഹിയർ ബൈ ദാറ്റ് നെയിം. ആ പേരിൽ ഇവിടെ ആരുമില്ല. ഐ ആം സോറി, ദർ ഈസ് നോ ബഡി ഹിയർ ബൈ ദാറ്റ് നെയിം. ഐ തിങ്ക് യു ഹാവ് ഡയൽഡ് ദ റോങ് നമ്പർ. എനിക്ക് തോന്നുന്നു നിങ്ങൾ തെറ്റായ നമ്പറിലേക്കാണ് കോൾ ചെയ്തതെന്ന്. ഐ തിങ്ക് യു ഹാവ് ഡയൽഡ് ദ റോങ് നമ്പർ. ഐ തിങ്ക് യു ഹാവ് ഡയൽഡ് ദ റോങ് നമ്പർ. വിളിക്കുന്ന വ്യക്തി പറയുന്ന ചില കാര്യങ്ങളിൽ സ്പെല്ലിങ് വ്യക്തമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം: കുഡ് യു സ്പെൽ ദാറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? കുഡ് യു സ്പെൽ ദാറ്റ് ഫോർ മീ. ഇങ്ങനെയല്ലാതെ കോളർ ഒരു കാര്യം പറയുകയാണ്, അത് നമുക്കെല്ലാം മനസ്സിലായി എങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും: നമ്മൾ കേൾക്കുന്നതെല്ലാം ശരിയായിരുന്നോ? ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചോദിക്കാം: ലെറ്റ് മീ റീഡ് ദാറ്റ് ബാക്ക് ടു യു. ഞാൻ നിങ്ങൾക്ക് തിരികെ വായിച്ച് കേൾപ്പിക്കട്ടെ, ഒന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ലെറ്റ് മീ റീഡ് ദാറ്റ് ബാക്ക് ടു യു. എനിക്ക് നിങ്ങൾ പറയുന്നത് ശരിയായി കേൾക്കുന്നില്ല എന്ന് കോൾ ചെയ്യുന്ന വ്യക്തിയോട് പറയണമെങ്കിൽ സോറി, ഐ കാൺട്ട് ഹിയർ യു വെരി വെൽ. നിങ്ങൾ പറയുന്നത് നന്നായിട്ട് കേൾക്കുന്നില്ല. സോറി, ഐ കാൺട്ട് ഹിയർ യു വെരി വെൽ. കുറച്ച് ഉച്ചത്തിൽ പറയാമോ എന്ന് പറയണമെങ്കിലോ? കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ മോർ ലൗഡ്ലി പ്ലീസ്. കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ മോർ ലൗഡ്ലി പ്ലീസ്. ഇനി ഇങ്ങനെയും ചോദിക്കാം: കുഡ് യു സ്പീക്ക് അപ്പ് എ ലിറ്റിൽ. കുഡ് യു സ്പീക്ക് അപ്പ് എ ലിറ്റിൽ. കോൾ ചെയ്യുന്ന വ്യക്തി ഒത്തിരി സ്പീഡായിട്ടാണ് സംസാരിക്കുന്നത്, കുറച്ച് സ്ലോ ആയിട്ട് സംസാരിക്കൂ എന്നവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയണമെങ്കിൽ പൊളൈറ്റ് ആയിട്ട് ഇങ്ങനെ പറയാം: വുഡ് യു മൈൻഡ് സ്പീക്കിംഗ് എ ലിറ്റിൽ മോർ സ്ലോലി. വുഡ് യു മൈൻഡ് സ്പീക്കിംഗ് എ ലിറ്റിൽ മോർ സ്ലോലി. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല,
എങ്ങനെ പറയാം? ഐ ഡിഡ്ന്റ് ക്യാച്ച് വാട്ട് യു ജസ്റ്റ് സെഡ്. ഐ ഡിഡ്ന്റ് ക്യാച്ച് വാട്ട് യു ജസ്റ്റ് സെഡ്. സോറി, യു ആർ ബ്രേക്കിംഗ് അപ്പ്. നിങ്ങളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നു. സോറി, യു ആർ ബ്രേക്കിംഗ് അപ്പ് എന്ന് പറയാം. കോൾ കട്ട് ചെയ്യുന്ന നേരം വിളിച്ചതിന് നന്ദി എന്ന് പറയാനായിട്ട് താങ്ക്സ് ഫോർ കോളിംഗ് എന്നാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. അതുകൂടാതെ താങ്ക് യു ഫോർ യുവർ ടൈം, നിങ്ങളുടെ സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ യുവർ ടൈം. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഹാവ് എ നൈസ് ഡേ എന്നെല്ലാം ഗ്രീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.